ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം എല്ലാവർക്കും അടിപൊളിയായിരിക്കട്ടെ. ഇത് പറയാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഈ വർഷം ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. കാരണം വീഡിയോ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാനൊക്കെ ഇത്തിരി ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഇന്നിതാ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ പാർട്സിൻ്റെ ഒരു കറിയാണ് കേട്ടോ. റോസ്റ്റ് ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 1/4 കിലോയിലധികം ചിക്കൻ പാർട്സ് ഉണ്ട്. അത് നന്നായി ക്ലീൻ ചെയ്തെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു പീസായിട്ട് ഞാൻ കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാനിതാ സ്റ്റൗവിൽ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ 2 സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഓൾറെഡി ചിക്കൻ പാർട്സിൽ ഉപ്പും മസാലകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ സവാള ഒന്ന് വാടി വരണം കേട്ടോ. അതുവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ സവാളൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാനിതാ 2 പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു തക്കാളീൻ്റെ പകുതി ഞാൻ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഓപ്ഷണലാണ്, വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായി വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പാർട്സിൽ മസാലകൾ ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആവശ്യമുള്ളത് ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എത്രത്തോളം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനധികം എരിവുണ്ടാവില്ല, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ ഇപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മെയിനായിട്ട് എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ ഞാനിത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറെ ചിക്കൻ മസാല, മീറ്റ് മസാല വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഗരം മസാല മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാല എങ്ങാനും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ മസാലേൻ്റെ ഒക്കെ റോ ഫ്ലേവർ പോകുന്ന വരെ നമുക്കിതൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിതാ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പാർട്സും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങി വന്നോളും. ആ ഒരു വെള്ളത്തിൽ തന്നെ കിടന്ന് ഇത് വെന്ത് കിട്ടണം കേട്ടോ. ഇപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് തിളച്ചപ്പോഴത്തേക്കും ഞാനൊന്ന് തുറന്നു കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇത് വെന്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വെള്ളം ഇറങ്ങി വരുന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അതിന് മുന്നേ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ആദ്യം കുറച്ച് ഉള്ളി വഴറ്റുന്ന ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് എന്തായാലും ആവശ്യമുണ്ടാവും. കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ പാർട്സിലൊന്നും ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ നിന്നാൽ അതിലോട്ട് ഉപ്പ് പിടിക്കാനായിട്ട് ടൈം എടുക്കുമേ. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കേ. ഇപ്പം ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞാനൊന്ന് തുറന്നു കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതിന് അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു പകുതിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നന്നായിട്ട് വേവണുണ്ട്. ഇത് അത്യാവശ്യം സമയം എടുക്കും കേട്ടോ വെന്ത് കിട്ടാനായിട്ട്. ഇപ്പം ഇതാ ഏകദേശം ഒന്ന് വെന്ത് ഇതിൻ്റെ എണ്ണയൊക്കെ ചെറുതായി ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഞാനിതാ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് എരിവ് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം എരിവുള്ളതാണ് ടേസ്റ്റ്. അതും കുരുമുളകിൻ്റെ ടേസ്റ്റാട്ടോ. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ പാർട്സ് നന്നായി വെന്തൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചപ്പാത്തീൻ്റെ കൂടെ അതുപോലെ തന്നെ അപ്പം, പൊറോട്ട അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം അത്യാവശ്യം ഗ്രേവി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഡ്രൈ ആവണം എന്നുള്ളവരാണെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയേ. ഇനി ഇതാ ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാർട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒന്നും ഇതൊന്നും ഇഷ്ടമായിരിക്കില്ല കേട്ടോ. ചിക്കൻ്റെ പാർട്സ് ഒന്നും കഴിക്കുന്നവരായിരിക്കില്ല എല്ലാവരും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പാർട്സ് ആണ്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്